ഇതെന്തിനാ ഫോൺ ഒളിപ്പിക്കുന്നേ? മമ്മിയോടാ സംസാരിച്ചെന്ന് എനിക്കറിയാലോ. സത്യം പറഞ്ഞ അമ്മയും മോളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം കാണുമ്പോ എനിക്ക് കൊതിയാവുക. ആർക്കാ ഇങ്ങനെ ഒരു മകളെ കിട്ടാൻ ആഗ്രഹമില്ലാണ്ടിരിക്കുക? വിട്ടുപിരിയാൻ ഒരുപാട് പ്രയാസം ഉണ്ടാവും. പൊരുത്തപ്പെടലൊക്കെ പതുക്കേ പറ്റൂ. എന്നാലും ഇനി മുതൽ മമ്മിയുടെ സ്ഥാനത്ത് ഞാനുണ്ട്. എന്ത് വിഷമമുണ്ടെങ്കിലും മോൾ അമ്മയോട് പറഞ്ഞാ മതി. ഇനി മോളുടെ വീട് ഇതാ. മോളുടെ അമ്മ ഞാനാ, കേട്ടോ? രാധ ആദ്യം കണ്ടപ്പോ ഞാൻ കരുതിയതേ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു രീതിയുണ്ടല്ലോ, ഒരു കാര്യത്തിലും ഒരു ഒട്ടിച്ചേരലും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നടക്കുക എന്നുള്ളത്. അങ്ങനത്തെ കുട്ടിയാണെന്നാ. പക്ഷെ അടുത്തറിഞ്ഞപ്പോഴല്ലേ ഈ മനസ്സിന്റെ ആഴം എനിക്ക് മനസ്സിലായത്. അത് നല്ലതാ കുട്ടി. സ്നേഹിച്ചവരെ തിരിച്ചും സ്നേഹിക്കണം. അവർക്ക് സന്തോഷം കൊടുക്കാന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും നന്മയുള്ള പ്രവൃത്തിയാ. ഞാനെല്ലാം ചെയ്യുന്നത് എന്റെ മമ്മിക്ക് വേണ്ടിയാ. മമ്മിയുടെ മനസ്സ് ചെറുതായൊന്നും നൊന്താ പോലും എനിക്ക് താങ്ങാൻ പറ്റില്ല. ഭാഗ്യവതിയാ മോളെ പ്രസവിച്ച ആ അമ്മ. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഞങ്ങളുടെ മകന്റെ ഭാര്യയായി കിട്ടിയത് ഞങ്ങൾ ചെയ്ത സുഹൃതോ. വാ, ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കാത്തിരിക്കുക. വാ മോളെ, വാ വാ മോളെ. കാര്യം നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു നന്ദേട്ടാ. അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോള്. അല്ല ഗാഥ, എല്ലാ കാര്യത്തിലും മമ്മിയുടെ അനുവാദം ചോദിക്കാറുണ്ടോ? ഊണ് കഴിക്കണോ വേണ്ടിയോ എന്നൊക്കെ മമ്മിയോട് ചോദിച്ചോ? അതിന്റെ ആവശ്യമില്ല കീർത്തി. താലികെട്ടി കഴിഞ്ഞ ഉടനെ സിത്താര മേഡം എനിക്കൊരു പ്രമാണം എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഗാഥ ഭക്ഷണം കഴിക്കുന്നതിന് സിത്താര മേഡത്തോട് സമ്മതം ചോദിക്കേണ്ടതില്ല എന്ന് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പ്രമാണം എന്തായാലും നന്നായി. കീർത്തിമോൾക്ക് മതിയായെന്ന് തോന്നുന്നു അല്ലേ? മോള് വാ, ഇവിടെ വന്നിരിക്കുക. അമ്മേ അമ്മേ, അതെ, ഞാൻ അമ്മയുടെ അടുത്തിരുന്നോളാം. നവീൻ സാറിന്റെ അടുത്തിരിക്കാൻ വേണ്ടിട്ടല്ലേ കല്യാണം കഴിച്ചത്? എന്റെ സാറേ, അങ്ങോട്ട് പിടിച്ചിരുത്തന്നേ. ഇനിയിപ്പോ ഒരുമിച്ചിരുന്നല്ലേ ഭക്ഷണം കഴിക്കേണ്ടത്? കഥ ഇവിടെ ഇരിക്കും മോളെ, ഇരിക്കേ. ആഹാ, സാറ് വിളമ്പി കൊടുക്കാനൊക്കെ തുടങ്ങിയോ? അപ്പോ സാറ് താമസിയാതെ ഗാഥാമാടത്തോടൊപ്പം പാചകം ചെയ്യാനൊക്കെ തുടങ്ങുമല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും സാറിന്റെ പാചകം അനുഭവിക്കേണ്ടി വരുമോ സാറേ? തുടങ്ങിയതല്ലേ ഉള്ളൂ മാണിക്കുഞ്ഞെ, നമുക്ക് നോക്കാം. പുതുപ്പെണ്ണ് പരപ്പുറം തൂക്കുന്നൊക്കെയുള്ള പഴഞ്ചലൊക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലാ കാലത്തും കണ്ടാ മതി. നിർമ്മലേ, കല്യാണ പന്തലിന്ന് കഴിച്ചതല്ലാതെ നിങ്ങളും 3 പേരും വേറെന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഈ നാവ് ചൊറിയുന്ന എന്തെങ്കിലും? ഞങ്ങള് വരുന്ന വഴിക്കൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചായിരുന്നു. എന്താന്നറിയില്ല, ആ സമയത്ത് തന്നെ എന്റെ നാക്കിനിടെ ഒരു ചൊറിച്ചില്. അതാണ് കാര്യം. കളിയാക്കിക്കോ കളിയാക്കിക്കോ. ഊട്ടിയുറക്കാൻ കൊണ്ടുപോയിട്ട് നാളെ രാവിലെ ശവല്ലേ കാണേണ്ടി വരിക. എന്തായാലും വിളമ്പിക്കൊടുത്തില്ലേ, എങ്കിൽ പിന്നെ വാരി കഴിപ്പിച്ചൂടെ? എന്നാ പിന്നെ അമ്മായിയുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ.
ഗാഥയ്ക്ക് ഇന്ന് ഞാൻ ഭക്ഷണം വാരി കൊടുക്കാം. കഴിക്കടോ. കഴിക്കേ. കഴിച്ച മോളെ, അച്ഛന്റെ അമ്മയുടെയും വിവാഹ ദിവസം ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ നടന്നിട്ടുള്ളതാ അല്ലേ സുമിത്രേ? ഈ എന്റെ ജീവിതത്തിൽ ഇത് നടന്നിട്ടില്ല. എന്റെ കല്യാണ ദിവസം ഞാൻ കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ അതിന് മുന്നേ തന്നെ ഈ നിർമ്മല ഭക്ഷണം കഴിച്ചിട്ട് പൊക്കളഞ്ഞു. ആ അത് പിന്നെ അന്ന് മുതൽ ഇപ്പോഴും അങ്ങനെ പൊക്കോണ്ടിരിക്കുവല്ലേ. എന്തോ ഗാഥ മേഡം കഴിക്കുന്നേ, കഴിക്ക്. കഴിക്കാം. അതെ ഗാഥ മേഡം, കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ഇങ്ങനെ ഒരു കടബാധ്യത വരുത്തി വെക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഒരു പിടി ഇങ്ങോട്ട് കിട്ടിയാ ആ പിടി അങ്ങോട്ട് കൊടുത്ത് ആ കടബാധ്യത തീർക്കുന്നേ, കൊടുക്കുന്നേ.